യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 5 വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്, മാസ്, ടൈം എന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. മെഷർമെൻറ്റ് ഓഫ് ലെങ്ത് എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലെങ്തിനെ എങ്ങനെയൊക്കെ ഏതെല്ലാം രീതിയിൽ മെഷർ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഈ പെന്നിൻ്റെ ലെങ്ത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് അളന്നാൽ മതി അല്ലേ? എന്നാൽ വലിയ വലിയ ദൂരങ്ങളാണെങ്കിലോ, ഫോർ എക്സാമ്പിൾ എർത്തിൽ നിന്നും സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് അളക്കണം. അങ്ങനെ ഒരു ലാർജ് ഡിസ്റ്റൻസ് അളക്കാൻ നമുക്ക് മറ്റ് മെത്തേഡിൻ്റെ ആവശ്യമുണ്ടല്ലോ. നമുക്കിപ്പോൾ എന്തായാലും ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമുക്കത് പ്രാക്ടിക്കലല്ല. അതുകൊണ്ട് ഈ ഒരു വലിയ വലിയ ഡിസ്റ്റൻസ് ഒക്കെ അളക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡിൻ്റെ പേരാണ് പാരലാക്സ് മെത്തേഡ്. അപ്പോൾ ഈ പാരലാക്സ് മെത്തേഡ് ഏതിനാണ് യൂസ് ചെയ്യുന്നത്? ലാർജ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ്. ലാർജ് ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ലാർജ് ഡിസ്റ്റൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് എർത്തും സ്റ്റാറും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഒരു ഹെവൻലി ബോഡി, നമ്മുടെ എർത്തും ഒരു ഹെവൻലി ബോഡിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഒക്കെ ലാർജ് ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ ഇത്തരം ലാർജ് ഡിസ്റ്റൻസിനെയൊക്കെ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ്. അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എർത്തിൽ നിന്നും ഒരു സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെ പാരലാക്സ് മെത്തേഡ് യൂസ് ചെയ്ത് കണക്കാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഡിസ്റ്റൻസ് ഓഫ് സ്റ്റാർ ഫ്രം എർത്ത്. ഇവിടെ ഒരു സ്റ്റാർ ഉണ്ടെന്ന് കരുതുക, സ്റ്റാറാണ് ഇത്. എർത്തിലെ 2 പോയിന്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു. എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും സ്റ്റാറിനെ ഒബ്സർവ് ചെയ്യുന്നു. അതുപോലെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും സ്റ്റാറിനെ ഒബ്സർവ് ചെയ്യുന്നു. എവിടെ നിന്നാണ്? എർത്തിൽ നിന്നാണ്. അപ്പോൾ എർത്തിൽ നിന്നും ഈ ഒരു സ്റ്റാറിനെ നമ്മൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ഒബ്സർവ് ചെയ്തു. അതുപോലെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ഒബ്സർവ് ചെയ്തു. ഓക്കെ, ഈ ഒബ്സർവ് ചെയ്യുന്ന ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമുക്ക് ബേസിസ് എന്ന് പറയുന്നു. അതായത് ഇത് ഒരു ഒബ്സർവിംഗ് പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നത് മറ്റൊരു ഒബ്സർവിംഗ് പോയിന്റ് ആണ് അല്ലേ? ഈ 2 ഒബ്സർവിംഗ് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബേസിസ് എന്ന് വിളിക്കുന്നത്. നമുക്കതിനെ ബി എന്ന് കൊടുക്കാം, സ്മോൾ ബി എന്ന് കൊടുക്കാം. ഇനി ഈ പോയിന്റിൽ നിന്നും സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസിന് നമുക്ക് ഡി എന്ന് കൊടുക്കാം, ഡി. അപ്പോൾ എയിൽ നിന്ന് സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് ഡി, അതുപോലെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടല്ലേ? ഈ ആംഗിളിന് ഞാൻ തീറ്റ എന്ന് കൊടുക്കുകയാണ്. ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് പാരലാക്സ് ആംഗിൾ. എന്താണ്? പാരലാക്സ് ആംഗിൾ. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്തത്? ഒരു സ്റ്റാറിനെ നമ്മൾ എർത്തിലുള്ള 2 പോയിന്റിൽ നിന്ന് ഒബ്സർവ് ചെയ്യുകയാണ്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നു, അതുപോലെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നു. ഈ എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബേസിസ് അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത്. ഈ സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസിന് നമ്മൾ ക്യാപിറ്റൽ ഡി എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ പാരലാക്സ് ആംഗിൾ എന്ന് പറയുന്നു. ഓക്കെ, നമുക്കറിയാം ആംഗിളിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഓക്കെ, ഇത് എന്ന് പറഞ്ഞാൽ എർത്താണ് അല്ലേ? ഈ എ ബി എന്ന് പറയുന്നത് എർത്തിലെ 2 പോയിന്റ് ആണല്ലേ? എർത്ത് എന്ന് പറയുന്നത് ഒരു കർവേച്ചർ പോലെയല്ലേ? അപ്പോൾ ഈ എ ബി എന്ന് പറയുന്നതിന് നമുക്ക് എന്തായിട്ട് എടുക്കാം? ആർക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം തീറ്റ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഈ എ ബി എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? ആർക്കായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ആർക്കിനെ നമുക്ക് എന്ത് കൊടുക്കാം? എ ബി എന്ന് പറയുന്നതിനാണ് നമ്മൾ സ്മോൾ ബി എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആർക്കിന് പകരം നമുക്ക് സ്മോൾ ബി കൊടുക്കാം, ഡിവൈഡഡ് ബൈ റേഡിയസ്. റേഡിയസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ ഒരു ആർക്കായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ആ ഒരു സർക്കിളിൻ്റെ ഭാഗമായി വരുന്ന റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ഡി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി തീറ്റ ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ ഡി എന്ന് കിട്ടി. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് പാരലാക്സ് ആംഗിളാണ്, ബി എന്ന് പറയുന്നത് ബേസിസ് ആണ്, ഡി എന്ന് പറയുന്നത് എർത്തും സ്റ്റാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എർത്തും സ്റ്റാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഡി ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഈ റിലേഷനിൽ നിന്നും ബി ഡിവൈഡഡ് ബൈ തീറ്റ എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? ഡി ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ തീറ്റ. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് സ്റ്റാർ ഫ്രം എർത്ത് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് ബേസിസ് ഡിവൈഡഡ് ബൈ തീറ്റ എന്ന് പറയുന്നത് പാരലാക്സ് ആംഗിൾ. അപ്പോൾ പാരലാക്സ് മെത്തേഡിലൂടെ നമുക്ക് ഒരു എർത്തും ഒരു സ്റ്റാറും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദൂരം നമുക്ക് അളക്കാൻ പറ്റും. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അതുവഴി നമുക്ക് ഈ ഒരു ഇക്വേഷൻ വഴി നമുക്ക് ഒരു എർത്തും സ്റ്റാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡി ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ തീറ്റ. ഇതുപോലെ നമുക്ക് പാരലാക്സ് മെത്തേഡ് ഉപയോഗിച്ച് ഒരു പ്ലാനറ്റിൻ്റെ ഡയമീറ്റർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ പ്ലാനറ്റ് എന്ന് വിചാരിക്കുക. ഇത് പ്ലാനറ്റ് ആണ്. അപ്പോൾ പ്ലാനറ്റിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ട ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമുക്ക് ബി എന്ന് കൊടുക്കാം. ഈ ഒരു ഡയമീറ്ററിന് നമ്മൾ ബി എന്ന് കൊടുക്കുന്നു. ഒരു പോയിന്റിൽ നിന്നും ഈ 2 ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 2 എൻഡ് കാണുമല്ലോ അല്ലേ? ഇവിടെ ഒരു എൻഡ് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു എൻഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ പോയിന്റിൽ നിന്നും ഈ ഒരു എൻഡിലേക്ക് ഒബ്സർവേഷൻ പോകുന്നുണ്ട്. അതുപോലെ
ഒബ്സർവർ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഈ ഒരു എൻഡിലോട്ട് ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ക്യാപിറ്റൽ ഡി എന്ന് കൊടുക്കുന്നു. നേരത്തെ കൊടുത്തതുപോലെ ക്യാപിറ്റൽ ഡി എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഉണ്ടായ പാരലാക്സ് ആംഗിളിനെ തീറ്റ എന്ന് കൊടുക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതൊരു പ്ലാനറ്റിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ പ്ലാനറ്റിൻ്റെ ഡയമീറ്ററിനെ നമ്മൾ സ്മോൾ ബി എന്ന് കൊടുക്കുന്നു. ഈ ഒരു ഒബ്സർവിങ് പോയിന്റിൽ നിന്നും ഓരോ എൻഡിലോട്ടും ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ ക്യാപിറ്റൽ ഡി എന്ന് കൊടുക്കുന്നു. അതുപോലെ ഈ ഒരു ആംഗിളിനെ പാരലാക്സ് ആംഗിൾ എന്ന് കൊടുക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ റിലേഷൻ തന്നെ എഴുതാം. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. അപ്പോൾ ഇവിടുത്തെ ആർക്ക് എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ബി ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ആണ്. നമുക്കൊന്നും കൂടെ റിലേഷൻ എടുത്ത് എഴുതാം. തീറ്റ ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ ഡി. അപ്പോൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് പാരലാക്സ് ആംഗിൾ ആണ്. ബി എന്ന് പറയുന്നത് ആ പ്ലാനറ്റിൻ്റെ ഡയമീറ്റർ ആണ്. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നതാണ് നമ്മൾ ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡയമീറ്റർ ബി ആണ്. അപ്പോൾ ബി ഈക്വൽ ടു തീറ്റ ഇൻറ്റു ഡി. ഓക്കെ, അപ്പോൾ ഒരു പ്ലാനറ്റിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാണ്? പാരലാക്സ് ആംഗിൾ ഇൻറ്റു ഡി. ഡി എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പോൾ ബി ഈക്വൽ ടു തീറ്റ ഇൻറ്റു ഡി എന്ന റിലേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പ്ലാനറ്റിൻ്റെ ഡയമീറ്ററും കണ്ടുപിടിക്കാം. ഇനി നമുക്ക് കുറച്ച് ആംഗിൾസിനെ റേഡിയൻസ് മെഷറിലോട്ട് മാറ്റാനായിട്ടുള്ളത് നോക്കാം. എക്സ്പ്രസ് ദ ഫോളോയിങ് ആംഗിൾസ് ഇൻ റേഡിയൻസ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 ഡിഗ്രിയാണ്. ഈ 1 ഡിഗ്രി നമുക്ക് റേഡിയൻ മെഷറിലോട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു റിലേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 360 ഡിഗ്രി എന്ന് പറയുന്നത് 2 പൈ റേഡിയൻ. നമ്മൾ പഠിച്ചതാണ്. റേഡിയനും സ്റ്റിറേഡിയനും പഠിച്ച ടോപ്പിക് പഠിച്ചിട്ടുണ്ട്. 360 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 2 പൈ റേഡിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് 1 ഡിഗ്രി എഴുതി കൂടെ? എങ്ങനെ എഴുതാം? 2 പൈ ഡിവൈഡഡ് ബൈ 360 റേഡിയൻ. ഈ 2ഉം 360യും കൂടെ ക്യാൻസലായി 180 വരും. അപ്പോൾ 1 ഡിഗ്രി എന്ന് പറയുന്നത് പൈ ഡിവൈഡഡ് ബൈ 180 റേഡിയൻ ആണ്. പൈയുടെ വാല്യൂ നമുക്കറിയാം. എത്രയാണ്? 3.14 ആണ്. ഡിവൈഡഡ് ബൈ 180 റേഡിയൻ. ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 1.745 ഇൻറ്റു 10⁻⁻² റേഡിയൻ. അപ്പോൾ ചെയ്യേണ്ട വിധം മനസ്സിലായല്ലോ. 360 ഡിഗ്രി എന്ന് പറയുന്നത് 2 പൈ റേഡിയൻ ആണ് നമുക്കറിയാം. അതിൽ നിന്ന് നമ്മൾ 1 ഡിഗ്രി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? 2 പൈ ബൈ 360 എഴുതി. എന്നിട്ട് ക്യാൻസൽ ചെയ്തതിന് ശേഷം പൈ ബൈ 180 കിട്ടി. പൈയുടെ വാല്യൂ 3.14 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1.745 ഇൻറ്റു 10⁻⁻² റേഡിയൻ എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1 മിനിറ്റ്. ഇങ്ങനെയാണ് മിനിറ്റിനെ സൂചിപ്പിക്കുന്നത്. 1 മിനിറ്റ് അത് എത്ര റേഡിയൻ ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 1 മിനിറ്റ് എത്ര റേഡിയൻ? ഒരു ഇത് കൊടുക്കുമ്പോൾ ഒരു ഇത് കൊടുക്കുന്നതാണ് 1 മിനിറ്റ് എന്ന് വായിക്കുന്നത്. അപ്പോൾ 1 മിനിറ്റ് എത്ര റേഡിയൻ ആണെന്നാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം 60 മിനിറ്റ് ആണ് ഒരു ഡിഗ്രി എന്ന് പറയുന്നത്. 60 മിനിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ 60 മിനിറ്റുകൾ ചേരുമ്പോഴാണ് ഒരു ഡിഗ്രി ആവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഡിഗ്രിയുടെ വാല്യൂ നമുക്കറിയാം. ഒരു ഡിഗ്രിയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 1.745 ഇൻറ്റു 10⁻⁻². ഇതേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ ആണ്. അപ്പോൾ 60 മിനിറ്റ് ഈക്വൽ ടു ഈ വാല്യൂ ആണല്ലേ. റേഡിയനിൽ ഈ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് എങ്ങനെ എഴുതാം? 1.745 ഇൻറ്റു 10⁻⁻² ഡിവൈഡഡ് ബൈ 60 റേഡിയൻ. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 2.908 ഇൻറ്റു 10⁻⁻4 റേഡിയൻ. അപ്പം 1 മിനിറ്റിനെ റേഡിയനിലോട്ട് ആക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണിത്. 2.908 ഇൻറ്റു 10⁻⁻4 റേഡിയൻ. ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത് 1 സെക്കൻഡ്. സെക്കൻഡ് ആകുമ്പോൾ മുകളിൽ 2 എണ്ണം കൊടുക്കും ഇതുപോലെ. 1 സെക്കൻഡ് ഇത് എത്ര റേഡിയൻ ആണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം 60 സെക്കൻഡുകൾ ചേരുമ്പോഴാണ് 1 മിനിറ്റ് ആവുന്നത്. 60 സെക്കൻഡുകളാണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 മിനിറ്റിൻ്റെ വാല്യൂ നമുക്കറിയാം. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 60 സെക്കൻഡ് ഈക്വൽ ടു 1 മിനിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.908 ഇൻറ്റു 10⁻⁻4 റേഡിയൻ ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് എങ്ങനെ കണ്ടുപിടിക്കാം? 2.908 ഇൻറ്റു 10⁻⁻4 ഡിവൈഡഡ് ബൈ 60. കാൽക്കുലേറ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുക. 4.847 ഇൻറ്റു 10⁻⁻6 റേഡിയൻ. ഓക്കെ, അപ്പോൾ 1 ഡിഗ്രിയുടെ റേഡിയനിലുള്ള വാല്യൂ ആണ് 1.745 ഇൻറ്റു 10⁻⁻2 റേഡിയൻ. 1 മിനിറ്റിൻ്റെ റേഡിയനിലുള്ള വാല്യൂ ആണ് 2.908 ഇൻറ്റു 10⁻⁻4 റേഡിയൻ. 1 സെക്കൻഡിൻ്റെ റേഡിയനിലുള്ള വാല്യൂ ആണ് 4.847 ഇൻറ്റു 10⁻⁻6 റേഡിയൻ. ഇനി നമുക്ക് കുറച്ച് ചെറിയ ഡിസ്റ്റൻസിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. നമുക്കാദ്യം 1 ഫെർമി എന്താണെന്നുള്ളത് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 1 ഫെർമി നമ്മൾ F എന്നാണ് കൊടുക്കുന്നത്.
സ്മോൾ എഫ് ആണ് കൊടുക്കുന്നത്. 1 ഫെർമി ഈക്വൽ ടു ഏറ്റവും ചെറിയ അളവാണ് 10⁻⁻15 മീറ്റർ ആണ്. അപ്പോൾ ഒരു ചെറിയ ഡിസ്റ്റൻസ് ആണ് അല്ലേ. 10⁻⁻ പവർ എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് അളക്കുന്നതിനുള്ളതാണ് 1 ഫെർമി എന്ന് പറയുന്നത്. അപ്പോൾ 1 ഫെർമിയുടെ വാല്യൂ പഠിക്കുക. 1 ഫെർമി ഈക്വൽ ടു 10⁻⁻15 മീറ്റർ. അതുപോലെ ഒരു യൂണിറ്റ് ആണ് 1 ആംസ്ട്രോങ്. അതെങ്ങനെയെന്ന് വെച്ചാൽ 10⁻10 മീറ്റർ. 1 ആംസ്ട്രോങ് ഈക്വൽ ടു 10⁻10 മീറ്റർ. അപ്പോൾ ഇത് രണ്ടും വളരെ ചെറിയ അളവുകൾ സൂചിപ്പിക്കുന്നതാണ്. ചെറിയ ഡിസ്റ്റൻസിനെയൊക്കെ സൂചിപ്പിക്കേണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നതൊക്കെയാണ് ഈ 1 ഫെർമി എന്ന് പറയുന്നത്, 1 ആംസ്ട്രോം എന്ന് പറയുന്നത്. 1 ഫെർമി എന്ന് പറഞ്ഞാൽ 10⁻15 മീറ്റർ ആണ്. 1 ആംസ്ട്രോം എന്ന് പറയുന്നത് 10⁻10 മീറ്റർ. ഇനി നമുക്ക് കുറച്ച് ലാർജ് ഡിസ്റ്റൻസിൻ്റെ മെഷർ ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ലാർജ് ഡിസ്റ്റൻസ് ആദ്യം നമുക്ക് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് അതിൻ്റെ വാല്യൂ ഇങ്ങനെയാണ്. 1.496 ഇൻറ്റു 10�11 മീറ്റർ. ഇത് പഠിച്ചു വയ്ക്കുക. ഇത് ലാർജ് ഡിസ്റ്റൻസിന് വേണ്ടിയാണ് ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉള്ളത്. ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈക്വൽ ടു 1.496 ഇൻറ്റു 10�11 മീറ്റർ. അപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്തോന്ന് വെച്ചാൽ, ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സണ്ണും എർത്തും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ ഈ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. സണ്ണും എർത്തും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഏത് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്? അസ്ട്രോണമിക്കൽ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ എത്രയാണ്? 1.496 ഇൻറ്റു 10�11 മീറ്റർ. ഈ വാല്യൂ ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ലാർജ് ഡിസ്റ്റൻസിനാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അതും എന്തിനാണ്? ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. ഓക്കെ, ഇനി അടുത്ത ലാർജ് ഡിസ്റ്റൻസിൽ തന്നെയുള്ള മറ്റൊരു യൂണിറ്റ് ആണ് ലൈറ്റ് ഇയർ. നിങ്ങൾ കേട്ട് കാണും ലൈറ്റ് ഇയർ. അപ്പോൾ നമുക്ക് 1 ലൈറ്റ് ഇയർ എത്രയാണെന്നുള്ളത് നോക്കാം. 1 ലൈറ്റ് ഇയർ, നമുക്കത് ലൈറ്റ് ഇയറിന് നമുക്ക് LY എന്ന് സൂചിപ്പിക്കാം. ലൈറ്റ് ഇയർ അതിൻ്റെ വാല്യൂ ആണ് 9.46 ഇൻറ്റു 10⁻15 മീറ്റർ. 9.46 ഇൻറ്റു 10⁻15 മീറ്റർ. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് എന്ന് പറഞ്ഞൊരു വേവ് ആണ് അല്ലേ. ലൈറ്റ് വേവ് ഒരു ഇയറിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ ആണ് 9.46 ഇൻറ്റു 10⁻15 മീറ്റർ. ഡിസ്റ്റൻസ് ദാറ്റ് ലൈറ്റ് ട്രാവൽസ് ഇൻ 1 ഇയർ. ഓക്കെ, ഇനി അടുത്തത് ലാർജ് ഡിസ്റ്റൻസിൽ തന്നെയുള്ള മറ്റൊരു യൂണിറ്റ് ആണ് പാർസെക്. ഇതിൻ്റെ വാല്യൂ ആദ്യം പറയാം, എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. 1 പാർസെക് ഈക്വൽ ടു 3.08 ഇൻറ്റു 10⁻16 മീറ്റർ ആണ്. 3.08 ഇൻറ്റു 10⁻16 മീറ്റർ. അപ്പോൾ ഈ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നതും ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്, പാർസെക് എന്ന് പറയുന്നത് ലാർജ് ഡിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റിനെ യൂസ് ചെയ്യുന്ന യൂണിറ്റുകളാണ്. ഇനി നമുക്ക് പാർസെക് എന്താണെന്നുള്ളത് നോക്കാം. നമുക്കിനി പാർസെക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ സണ്ണാണ്, അതിന് ചുറ്റും എന്ത് ചെയ്യും? എർത്ത് എന്ത് ചെയ്യും? റിവോൾവ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചു ഈ സണ്ണും എർത്തും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് അളക്കുന്ന ഒരു യൂണിറ്റിനെ പറ്റി നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. എന്താണ്? അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അങ്ങനെ നമ്മൾ ഈ സണ്ണും എർത്തും തമ്മിൽ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉണ്ടെന്ന് കരുതുക. ഇനി ഇതിന് പുറത്ത് ഒരു സ്റ്റാർ ഉണ്ട്. ഈ ഒരു സ്റ്റാറിൻ്റെ ആദ്യത്തെ പൊസിഷൻ ഇതാണ്. ഈ സ്റ്റാറുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ആംഗിൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതാണ് ആ ആംഗിൾ. ഇനി ഈ സ്റ്റാർ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്ത് മറ്റൊരു പോയിന്റിലോട്ട് എത്തിയെന്ന് വെച്ചു. പൊസിഷൻ 2 എത്തി. അപ്പോൾ സ്റ്റാറിൻ്റെ ഇവിടം വരെ എത്തി. അപ്പോൾ ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കൂ. അപ്പോൾ ഉണ്ടാക്കുന്ന ആംഗിൾ നേരത്തെ ഉണ്ടാക്കിയ ആംഗിളിനേക്കാളും കുറഞ്ഞു വന്നു അല്ലേ. ഈ ആംഗിളിനെ അപേക്ഷിച്ച് ഈ ആംഗിൾ എന്ന് പറയുന്നത് കുറവാണ്. വീണ്ടും സ്റ്റാർ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്ത് വേറൊരു പൊസിഷനിലോട്ട് എത്തി. വീണ്ടും ഈ ആംഗിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നു. അങ്ങനെ ഈ ആംഗിൾ എന്ത് ചെയ്യും? ദൂരം കൂടുന്നതനുസരിച്ച് ആംഗിൾ കുറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്റ്റാർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ആംഗിൾ കുറഞ്ഞ് ആംഗിൾ 1 സെക്കൻഡ് ആകുമ്പോൾ, ആംഗിൾ എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതായി 1 സെക്കൻഡ് ആകുമ്പോൾ ഉള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസിനെ വിളിക്കുന്നതാണ് പാർസെക്കൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസിനെ വിളിക്കുന്നത് 1 സെക്കൻഡ് ആകുന്ന ഒരു പൊസിഷൻ ഇതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഈ ഒരു ഡിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാർസെക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ദ ആവറേജ് റേഡിയസ് ഓഫ് എർത്ത് ഓർബിറ്റ് സബ്സ്റ്റൻസ് ആൻഡ് ആംഗിൾ ഓഫ് ഓൺ ആർക്ക് സെക്കൻഡ്. അതായത് ആംഗിൾ 1 സെക്കൻഡ് ആകുമ്പോൾ ഉള്ള ആ ഒരു ഡിസ്റ്റൻസിൻ്റെ മെഷർമെൻ്റ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാർസെക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മാസിൻ്റെ മെഷർമെൻറ്റിനെ പറ്റി നോക്കാം. നമുക്കറിയാം മാസിൻ്റെ SI യൂണിറ്റ് ഒക്കെ നമ്മൾ പഠിച്ചു, കിലോഗ്രാം ആണെന്ന് പഠിച്ചു. എന്നാൽ വളരെ വളരെ ചെറിയ മാസിനെയൊക്കെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. യൂണിഫൈഡ്
അറ്റോമിക് മാസ് യൂണിറ്റ്. യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. ഏതിനാണ്? വെരി സ്മോൾ മാസിനെ, വളരെ വളരെ ചെറിയ മാസിനെയൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഇതിലാണ്, വെരി സ്മോൾ മാസ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് യു എന്ന് കൊടുക്കാം, യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, AMU നിങ്ങൾക്ക് താന്ന ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1 AMU എന്ന് പറയുന്നത് 1/12 കാർബൺ 12 ആറ്റമാണ്. 1 AMU എന്ന് പറയുന്നത് 1/12 കാർബൺ 12 ആറ്റമിനെയാണ് നമ്മൾ 1 AMU എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വളരെ ചെറിയ മാസിനെയൊക്കെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് അറ്റോമിക് മാസ് യൂണിറ്റ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1/12 ഓഫ് കാർബൺ 12 ആറ്റം. അതുപോലെ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കറക്റ്റ് ടൈം എന്ന് പറയുന്നത് CCM ക്ലോക്ക് അല്ലെങ്കിൽ അറ്റോമിക് ക്ലോക്ക്. CCM ക്ലോക്ക് അല്ലെങ്കിൽ അറ്റോമിക് ക്ലോക്ക്, അതിൽ ആ ക്ലോക്കിലുള്ള വൈബ്രേഷനെയാണ് നമ്മൾ ടൈമിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ CCM ക്ലോക്ക് അല്ലെങ്കിൽ അറ്റോമിക് ക്ലോക്ക്. അപ്പോൾ ഈ ക്ലോക്കിലുള്ള വൈബ്രേഷൻസിനെയാണ് നമ്മൾ ടൈമിൻ്റെ മെഷർമെൻറ്റായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലെങ്തിൻ്റെയും മാസിൻ്റെയും ടൈമിൻ്റെയും മെഷർമെൻറ്റിൽ നമുക്ക് പറയാനുള്ളത്. ഇതോടുകൂടി പാർട്ട് 5 വീഡിയോ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുമല്ലോ.